സത്യവേദോത്സവം വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ വാക്ക് മാനസാന്തരം എന്നതാ. പറഞ്ഞിട്ടും 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 കേൾക്കുന്നവർക്കും പറയുന്നവർക്കും കൊതി തീരാതെ നമ്മുടെ സുവിശേഷ ഘോഷണങ്ങളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വാക്ക് മാനസാന്തരം. ആകാശമേഘങ്ങളുടെ അപ്പുറം നിന്ന് തിമിർത്ത് വരുന്ന മഴ പോലെ അവളുടെ ജീവിതത്തിൽ യേശു ഇടപെട്ടു. അവൾക്കിനി കുടം വേണ്ട. ഉറവയുള്ളിൽ നിന്ന് പുറപ്പെടുന്നവൾക്ക് ഈ കാലമത്രയും താൻ ചുമന്നുകൊണ്ട് നടന്ന കുടം വേണ്ടെന്ന് തീരുമാനിച്ചു. കുടം അവൾ ഉടച്ചു. ഇനി ഈ പഴയ കുടം കൊണ്ട് എന്തിന് ഞാൻ നടക്കണം? ഇത്രയും കാലം ചുമന്നുകൊണ്ട് നടന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അവയവം പോലെ രൂപപ്പെട്ട ആ കൂജിയെ ഉടച്ചു കളഞ്ഞ് അവളങ്ങനെ ഉള്ളിൽ നിന്ന് ഒരുറവയുടെ പ്രവാഹവുമായി പട്ടണത്തിലേക്ക് ഓടുകയാണ്. ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ കണ്ടു. ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. വേദപുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണത്. ഞാൻ യേശുവിനെ കണ്ടു. മശിക എന്നോ മശികയുടെ നാമത്തിൻ്റെ പശ്ചാത്തലം എന്തെന്നോ യാതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു വിജാതീയ സ്ത്രീയുടെ ഉള്ളിൽ നസ്രേത്തുകാരന് ഈ കുടത്തെ മാറ്റിവെച്ച് ഒരു പ്രവാഹം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ സമാജത്തിൻ്റെ കോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാവരിലും ഒരു പുതിയ ഉറവിയെ രൂപപ്പെടുത്താൻ നിശ്ചയമായും യേശുവിന് കഴിയും. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ഉറവ പുറപ്പെടും. മോശയുടെ ന്യായപ്രമാണം കൃത്യമായി പഠിച്ച് മതാചാരങ്ങൾ കൃത്യമായി നിർവഹിച്ച് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി അർപ്പിച്ച ഒരു സ്ത്രീയൊന്നുമല്ലായിരുന്നു ശമരിയക്കാരി. സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ 5 പേർ ജീവിതത്തിലൂടെ കടന്നുപോയി ഒരു സ്ത്രീയെ സംബന്ധിച്ച് സമൂഹം അവൾക്ക് ചാപ്പകുത്തി നൽകാൻ സാധ്യതയുള്ളത് മറ്റൊരു നാമമാണ്. അത്തരമൊരു നാമത്തിൽ നിന്നവളാണ് യേശുവിൻ്റെ സംസർഗം കൊണ്ട് മറ്റൊരാളായി മാറ്റപ്പെട്ടത്. ദോസ്തോയെവ്സ്കിയുടെ മഖാന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ചെറിയ കുറിപ്പുകളെങ്കിലും എപ്പോഴെങ്കിലും വായിക്കുകയും കേൾക്കുകയും ചെയ്യാത്തവർ വളരെ വിരളമാകും. കുറ്റവും ശിക്ഷയും ദോസ്തോയെവ്സ്കി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്ര പ്രഭയോടെയാണ് 2 കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചത്. സോനിയ, ഒരു പെൺകുട്ടി, റസ്കൽ, മറ്റൊരു പുരുഷൻ. സോനിയ ഗണികയാണ്. ജഡത്തിൻ്റെ പുളപ്പിൽ തൻ്റെ അരികിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കാൻ തൻ്റെ ഭവനത്തിൻ്റെ വാതായനങ്ങൾ തുറന്ന് കാത്തിരിക്കുന്ന ഗണികയാണ് സോനിയ. അന്നൊരു യാമത്തിൽ റസ്കൽ ആ വീട്ടിലേക്ക് എത്തുകയാണ്. വ്യഭിചാരിയുടെ വീട്ടിലെത്തുന്ന മറ്റൊരു പുരുഷൻ.
അരണ്ട് കത്തുന്ന റാന്തൽ വെളിച്ചത്തിൽ അവരുടെ കണ്ണുകൾ അവർ പരസ്പരം കണ്ടു. ഗണകിയുടെ വീട്ടിൽ തുറന്നു വെച്ചിരിക്കുന്നത് സത്യവേദോത്സവമാണ്. റസ്കലിനെ കുറിച്ചുള്ള വിശേഷങ്ങളിൽ ഒന്ന്, ഇയാൾ അത്ര ദുഷ്ടനായതുകൊണ്ട് ദൈവം സാത്താന് വിട്ടുകൊടുത്ത ഒരാളെന്നാണ് റസ്കലിനെ കുറിച്ചുള്ള വിശേഷണം. ഒരു പ്രതീക്ഷയും അയാളിൽ ഇനി ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. ശരീരം വിൽക്കുന്നവളുടെ വീട്ടിൽ വേദപുസ്തകം തുറന്നു വെച്ച് ചിമ്മിനി വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അന്ന് സാനിയ രാവെളുക്കോളം വേദപുസ്തകം വായിച്ചു. വേശ്യാഗ്രഹത്തിലെ വേദം. നേരം വെളുത്തപ്പോൾ റസ്കൽ അവളുടെ പാദങ്ങളെ തൊട്ട് വന്നിക്കുകയാണ്. അവൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഒരാളുടെ പാദത്തിൽ തൊടാൻ പറ്റുക? അപ്പോൾ അയാൾ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ നിന്റെ പാദങ്ങളെയല്ല തൊട്ടത്, ഈ ലോകത്തിലെ മനുഷ്യരാശിയുടെ മുഴുവൻ സങ്കടങ്ങളെയും ഉള്ളിൽ പേറിക്കൊണ്ട് നിന്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിന്റെ കാലുകളെ വന്ദിക്കുകയാണ്. എന്തൊരത്ഭുതമാണല്ലേ ജീവിതം! എന്ത് മാറ്റങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കുന്നത്. കുടമുടച്ച് കളഞ്ഞ്, പാത്രം ഉപേക്ഷിച്ച്, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഒന്നിനെ വേണ്ടെന്ന് വെച്ച് എല്ലാം തൻ്റെ ജീവിതത്തിൽ കനപ്പെട്ടതെന്നും വിലപ്പെട്ടതെന്നും തോന്നിയത് മുഴുവൻ നസ്രേത്തുകാരൻ്റെ പാദത്തിൽ അർപ്പിച്ച് അവൻ തന്ന ജീവന്റെ പ്രവാഹത്തിൻ്റെ വലിയ ശക്തമായ ഒഴുക്കോടെ അവൾ ജീവിതത്തിൻ്റെ 4 അതിരുകളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ഇട്ടാവട്ടങ്ങളിൽ നിന്ന് സഞ്ചരിക്കുകയാണ്. സ്ത്രീയുടെ ആന്തരികമായ മാറ്റം, ആ മാറ്റം അഗാധമായി നമ്മുടെ ജീവിതത്തോട് നമ്മോട് പറയുന്നുണ്ട്. ജിബ്രാനെ കുറിച്ച് അല്പമായിട്ട് അറിയാമായിരിക്കും ചിലർക്കെങ്കിലും. ഒരു കണ്ണീരും പുഞ്ചിരിയും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ ദേവലോകത്ത് നിന്നെത്തിയ ഒരു അപ്സരസിനോട് സൗന്ദര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സൗന്ദര്യത്തിൻ്റെ അർത്ഥം എന്താണ്? മറുപടി, ആത്മാവിനെ ആകർഷിക്കുന്നത് എന്തോ അതാണ് സൗന്ദര്യം. ആത്മാവിനെ ആകർഷിക്കുന്നത് എന്തോ അതാണ് സൗന്ദര്യം. രാവിലെ നിങ്ങൾക്ക് പുട്ടിയിടാൻ സമയം കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല അത്യാവശ്യമൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും. അത്യാവശ്യം ഒരുങ്ങാൻ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ശങ്കിന്റെ പുറംകാഴ്ചകളിലാണ് ഇന്ന് ലോകം. അകത്തെ ഓങ്കാരം ഒരിക്കലും കേൾക്കില്ല. പുറസൗന്ദര്യങ്ങളിൽ ജീവിതത്തെ ഇങ്ങനെ ആടയാഭരണങ്ങൾ കൊണ്ട് കെട്ടിയണിയിച്ച് നടക്കുമ്പോൾ അകം പൊള്ളയാകുകയും അകം ശൂന്യമാവുകയും കേവലം പുറന്തോടായി മാറി കാമ്പുകളില്ലാതെ ജീവിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ശമരിയാക്കാരി സ്ത്രീ മറ്റൊരു ജീവിതം നമുക്ക് പറഞ്ഞു തരും. കുടം അവിടെ വെച്ചു. സുവിശേഷത്തിൻ്റെ ലോകത്തിലേക്ക് അനുതാപത്തോടെ യാത്ര ചെയ്യുന്നത് യോഹന്നാൻ എത്ര സവിസ്തരമായിട്ടാണ് പ്രതിപാദിക്കുന്നത്.
ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ. അപ്പം അതിനൊക്കെ കൂടിയതൊക്കെ കാണും. എങ്കിലും ചരിത്രം ഒരിക്കൽ എഴുതിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ക്ലിയോപാട്രയായിരുന്നു എന്ന്. ആദ്യം സീസറിന്റെ ഭാര്യ, പിന്നെ മാർക്ക് ആന്റണിയോട് കാമുകി. 39-ാം വയസ്സിൽ ക്ലിയോപാട്ര മരിച്ചു. ലോകത്തിലെ അധികാരം, സൗന്ദര്യം എല്ലാം കൈവശമുണ്ടായിരുന്നു. അത്തിപ്പഴക്കുട്ടയിലേക്ക് ഈജിപ്ഷ്യൻ കോബ്ര എന്ന ഉഗ്രവിഷമുള്ള പാമ്പിനെ സംഗീതത്തിൽ വിളിച്ചു വരുത്തി അത്തിപ്പഴക്കുട്ടയിലേക്ക് തൻ്റെ കരങ്ങൾ നീട്ടിവെച്ച് സർപ്പദംശനമേറ്റ് മരിക്കുമ്പോൾ ക്ലിയോപാട്രയ്ക്ക് വയസ്സ് 39 മാത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അധികാരത്തിൻ്റെ തണലിൽ, സൗന്ദര്യത്തിൻ്റെ നിറവിൽ, ജീവിതത്തിൻ്റെ മുഴുവൻ ആഡംബരങ്ങളിൽ രമിച്ച ലോകം കണ്ട സുന്ദരിക്ക് മരിക്കാൻ 39-ാം വയസ്സിൽ ഒരു സർപ്പദംശനം വേണ്ടി വന്നു. ജീവിതത്തെക്കുറിച്ചുള്ളൊരു പരിശോധന. കഴിഞ്ഞ കാലം ജീവിച്ച ജീവിതങ്ങളിൽ നിന്ന്, ആ ഇത്തിരി ഇടത്തു നിന്ന് മറ്റൊരു ഇടത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, അതാണൊരു ജീവിതത്തിൻ്റെ മഹത്വം. ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ കാണുന്ന മഹത്വം അതാണ്. ചാണക്യസൂത്രത്തിൽ ചാണക്യൻ പാടുന്നുണ്ട്, കോകിലാനാം സ്വരേ രൂപം, കോകിലാനാം സ്വരേ രൂപം ശ്രീണാം രൂപം പതിവ്രതം. കോകിലാനാം സ്വരേ രൂപം, കുയിലിൻ്റെ സൗന്ദര്യം അതിൻ്റെ പാട്ടിലാണ്. കണ്ട കറുത്ത പെണ്ണെ എന്നൊക്കെ പാട്ട് പാടേണ്ടി വരും. കുയിലിൻ്റെ സൗന്ദര്യം അതിൻ്റെ പാട്ടിലാണ്. സ്ത്രീയുടെ സൗന്ദര്യം ആന്തരമാണ്. അത്തരമൊരു സൗന്ദര്യത്തെ കുറെ കൂടി ഇഷ്ടപ്പെടുവാനും പൂജിക്കുവാനും നമ്മുടെ സമ്മേളനത്തിൽ ഒരു ചെറിയ ചിന്ത ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പറ്റുമോ? ശമരിയക്കാരി സ്ത്രീ കുടം പാദത്തിൽ വെച്ചിട്ട് മടങ്ങിപ്പോകുന്ന ശമരിയക്കാരി. സമയം 7:42. ഇനി 17 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോഴേക്കും ചായ ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ? യാത്ര ചെയ്തു വന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ക്രമീകരണമൊക്കെ ചെയ്തെങ്കിലും അതങ്ങ് എത്തിക്കാൻ ഇച്ചിരി പാടുപെട്ടു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, അരി സാധാരണ ഇടുന്നത് രാവിലെ 6 മണി 7 മണിയാകുമ്പോൾ ഇട്ട് ഉച്ചയാകുമ്പോൾ കഴിക്കുന്ന പതിവാണല്ലോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ. അപ്പം നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇന്നലെ ഉച്ചക്കത്തെ അരി ഇട്ടു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ഇട്ടു, അരി ഇട്ടു. അപ്പം പിന്നെ ബാക്കി പറയാനില്ല. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നെന്നറിയാം. ഒരു നിർവാഹമില്ലായിരുന്നു, ചെറിയ ബുദ്ധിമുട്ടുകൾ. ചില ഭാഗ്യവതികളുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ താമസിച്ച് ചെന്നവരും ഉച്ചയ്ക്ക് താമസിച്ച് ചെന്നവരും 4 മണിക്കും കൃത്യമായി താമസിച്ച് ചെന്നതുകൊണ്ട് 3 ഭാഗ്യവും ഒരേപോലെ കിട്ടിയ മകളാരത്നങ്ങളും ഇതിനുള്ളിലുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ട് വന്നെന്നറിയാം. പക്ഷെ വൈകിട്ടായപ്പോഴേക്കും തിരുമേനി ആ കാര്യങ്ങൾക്കൊക്കെ വലിയ നേതൃത്വം നൽകി. വൈകിട്ട് 300 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മിച്ചം വരുത്തണമെന്ന് ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് തീരുമാനിച്ചിരുന്നു. നിങ്ങൾ കഴിച്ചുകൊണ്ടാണോ കഴിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടെ. അത്രയും മിച്ചം വന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. രണ്ടാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കർത്താവിൻ്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിച്ച മഗ്ദലനക്കാരി മറിയയുടെ ജീവിതമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം
ഹൃദയം ഇങ്ങനെ പറിച്ചെടുക്കുന്ന വചനം അതിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം നാം വായിച്ചു വരുമ്പോൾ അതിൻ്റെ ആദ്യ അധ്യായങ്ങളിലൊക്കെ മഗ്ദലനക്കാരി മറിയയെക്കുറിച്ച് നാം നന്നായിട്ട് കാണുന്നുണ്ട്. എട്ടാം അധ്യായത്തിൽ മറിയം, മഗ്ദലന മറിയം, യേശുവിൻ്റെ പിന്നാലെ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ. 7 ഭൂതങ്ങൾ, 1, 2 അല്ല. ഇന്നത്തെ പോലെയല്ല. പണ്ട് ഭൂതങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പം പിന്നെ അധികം കാണുന്നില്ല. മറ്റേ നമ്മുടെ വീട്ടിൽ 7 മണിക്ക് TV തുറന്ന അത് മാത്രമേ ഉള്ളായിരുന്നു. പല രൂപത്തിലാണ്, വെള്ളസാരിയൊക്കെ കൊടുത്താൽ വരുന്നതേ ഉള്ളൂ. എന്നാലും സംഭവം ഒന്ന് തന്നെയാണ്. 7 ഭൂതങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ. ഒന്നിലും കേന്ദ്രീകരിക്കാൻ അവൾക്ക് പറ്റില്ല. അവൾക്കുള്ളിൽ തന്നെ വിഭജിക്കപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ്. 7 കഷണമായി പോയി അവളുടെ ജീവിതത്തിൽ ഈ ഭൂതബാധ കൊണ്ട്. എവിടെയോ ഇരുട്ടുമുറിയിൽ ചങ്ങലയിൽ അവൾ കിടന്നിട്ടുണ്ടാവും, ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തനെ പോലെ. ചെങ്ങലകളാൽ ബന്ധിതായി ഇരുട്ടുമുറിയിൽ തൻ്റെ ജീവിതത്തിന് ഇനിയും ഒരു വെളിച്ചവും സാധ്യതയില്ല എന്ന് വിചാരിച്ച മഗ്ദലനക്കാരി മറിയ. വേദപുസ്തകത്തിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ യേശു അതിലെ പോയിട്ടുണ്ടാവണം. മഗ്ദലനക്കാരി മറിയത്തിൻ്റെ അപ്പനും അമ്മയും ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ടാവും. മക്കളെ ഭൂതം വല്ലാതെ ബാധിച്ച് വീടാകെ കഷ്ടതയില്ല. യേശു ആ വീട്ടിലെത്തിയിട്ടുണ്ടാവണം. എന്തായാലും 7 ഭൂതങ്ങളെയും ക്രിസ്തു അവളുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു വിട്ടു. പിന്നെ അവളുടെ യാത്ര മുഴുവൻ അവൻ്റെ പിന്നാലെയായിരുന്നു. അവൾ ക്രിസ്തുവിനെ അഗാധമായി അനുഗമിക്കുകയാണ്. അവളുടെ ജീവിതത്തെ പിന്നെ അവനെ വിട്ടുപോകാത്തവണ്ണം നന്ദിയോടെ അവള് യേശുവിന് സ്തുതി പാടി ജീവിച്ചു. എല്ലായിടത്തും അവളുണ്ട്. സുവിശേഷ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 16 ഇടത്തെങ്കിലും ആ മഗ്ദലനയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. മഗ്ദലന മറിയം മുഴുവനായി പറയാൻ സമയമില്ല. എങ്കിലും അതിലെ ഒരു വാക്ക് നിങ്ങൾ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുപോകണം. 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മറിയം കല്ലറയ്ക്കൽ ഓടിയെത്തി. ശൂന്യമായ കല്ലറ കണ്ടു. അവൾ വാവിട്ട് കരയുകയാണ്. എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. വേദപുസ്തകത്തിൽ അസ്ത്രം പോലെ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലേക്ക്, ഒരു സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയേണ്ട ഒരു ദൈവവചന ഭാഗമാണത്. എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. മക്കളെക്കുറിച്ച് കരയുന്ന നമ്മൾ, സമ്പത്തിനെ കുറിച്ച് കരയുന്ന നമ്മൾ, അധികാരത്തെക്കുറിച്ച് കരയുന്ന നമ്മൾ, നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കരയുന്ന നമ്മൾ, എപ്പോൾ ഈ കാണാതെ പോയ കർത്താവിനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും കരഞ്ഞിട്ടുണ്ട്? ശൂന്യമായ കല്ലറയുടെ മുന്നിൽ ജീവനെ ധ്യാനിച്ചുകൊണ്ട് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കന്യാപട്ടണം മുഖരിതമായിരുന്ന ദുഃഖവെള്ളിയാഴ്ച, പ്രകൃതി പോലും കുലുങ്ങി മറിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ടും എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട്, ജീവനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ആ കല്ലറയുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട്, എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ഫിലിപ്പച്ചന്
നന്നായി പ്രസംഗം പറയുന്ന ഒരാളാ ഫിലിപ്പ് തരകനച്ഛൻ. നന്നായിട്ട് വചനത്തെ വ്യാഖ്യാനിക്കും. എൻ്റെ ഹൃദയത്തിൽ വേദപുസ്തകത്തിൽ ഏറ്റവും എന്നെ സ്വാധീനിച്ച വാക്ക് ഈ ദൈവവചനമാണ്. എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവനെ എനിക്ക് തരിക, ഞാനവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. 33 വയസ്സുള്ള ലോകം മുഴുവൻ എതിരായി നിന്ന ഒരു മനുഷ്യനെ കല്ലറയിൽ സംസ്കരിച്ചതിന് ശേഷം ആ ശവകുടീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ലോകം അബലിയെന്ന് മുദ്ര കുത്തിയ ഒരു സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ വജസ്സാണത്. എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാനവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ഈ കോൺഫറൻസ് കഴിയുമ്പോ നെഞ്ചിൽ കൈതൊട്ടിട്ട് എൻ്റെ കർത്താവിനെ ആരോ എന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് ഒന്ന് തിരിച്ചറിയാൻ പറ്റുക. അപ്പൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് പള്ളിയിൽ പോയിരുന്ന കാലത്ത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ക്രിസ്തു ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ചെറിയ പള്ളിയുടെ കയറ്റുപായിൽ സമ്രം പടഞ്ഞിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം കേട്ട അത്ര നിർമ്മലതയോടെ നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷം കേൾക്കത്തക്കവണ്ണം ക്രിസ്തു ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? സന്ധ്യാപ്രാർത്ഥനകളുടെ കൗമകളൊന്നും വിട്ടുകളയാതെ നമ്മുടെ വല്യപ്പനും വല്യമ്മയും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുടെ, കുടുംബ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ക്രിസ്തു ഇപ്പോൾ ഉണ്ടോ? നിർമ്മലതയോടെ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ ഭയഭക്തിയോടെ അനുഭവിക്കുകയും അതിനെ ഭയത്തോടും വലിയ ആദരവോടും കണ്ടിരുന്ന ആ ഭക്തി ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഇപ്പോൾ ക്രിസ്തു ഉണ്ടോ? കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. മക്കളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, ആത്മീയ കർമ്മങ്ങളുടെ മധ്യത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവൻ എവിടെയാന്ന് മാത്രം ആർക്കും അറിയത്തില്ല. ആർക്കും ഒരു സങ്കടവും ഇല്ല, എനിക്കും ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറമ്പിൻ്റെ അതിര് കൃത്യമാണോ? ഗൂഗിൾ പേ ചെയ്തതിൻ്റെ ബാലൻസ് കൃത്യമാണോ? മൊബൈലിൻ്റെ ബാറ്ററി കൃത്യമാണോ? മക്കളുടെ ക്ലാസ് ഫീ കൃത്യമാണോ? എല്ലാറ്റിനെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടെന്നേ. ആരാ അവനവൻ്റെ കാര്യത്തിൽ ഈ കാലത്ത് ബോധ്യമില്ലാത്തവര്? ദൈവയോടെ എന്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ഒരു സ്ത്രീയുടെ വാക്ക. മരിച്ച് സംസ്കരിച്ച കല്ലറയുടെ മുമ്പിൽ സർവ പുരുഷ കേസരികളും മരണത്തോട് താതാത്മ്യപ്പെട്ട് മറഞ്ഞു പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ഇങ്ങനെ ജീവൻ തുടിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജീവൻ. അപാരമാണ് സ്ത്രീയുടെ കരുത്ത്. ഞാൻ ഉപസംഹാരത്തിലേക്ക് വരികയാണ്. ഒരു ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കൂ. അച്ഛന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാം അലങ്കോലപ്പെട്ട് കിടന്നിരിക്കും. ഇയാളുടെ സ്വപ്നങ്ങളൊക്കെ ഏതാണ്ട് അവൾ പോയതോടെ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയെ നോക്കൂ. അവളുടെ വീട്ടിലേക്ക് ചെല്ലുമോ? ഉള്ളിലിങ്ങനെ അവൾ അഗ്നിപർവ്വതം പോലെ പുകഞ്ഞ് പുകഞ്ഞ് നിൽക്കുമ്പോഴും തൻ്റെ പരിസരത്തെ അവൾ എത്ര കൃത്യം സസൂക്ഷ്മമായിട്ടാണ് ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. മരണം പോലും അവളുടെ ഉള്ളിലേക്ക് അവൾ സങ്കടമായി ആവാഹിക്കുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള അതിജീവനത്തിൻ്റെ അപാരമായ കല ദൈവശ്രീയുടെ ഉള്ളിൽ അങ്ങനെ നിക്ഷേപിച്ചിരിക്കുകയാണ്. കുരിശിന്റെ ചുവട്ടിൽ അവളുണ്ട്. കബറിങ്കൽ അതിരാവിലെ അവളുണ്ട്. നിക്കോദീമോസ് ശവസംസ്കാരം നടത്തുമ്പോൾ
സഹകാർമ്മികത്വം വഹിക്കാൻ അവൾ ആ കല്ലറയുടെ മുമ്പിലുണ്ട്. അവൾ ഇല്ലാത്തത് എവിടെയായിരുന്നു? കുരിശിന്റെ ചുവട്ടിലവൾ, കല്ലറ വാതിക്കലവൾ. അവൾക്കിനിയും പ്രതീക്ഷയാണ്. 12 പേർ തോമ എവിടെ പോയെന്നും അന്ത്രയോസ് എവിടെ ഓടിയൊളിച്ചു എന്നും ദുഃഖവെള്ളിയാഴ്ച ഭക്തിസാന്ദ്രമായി നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മഗ്ദലന മറിയമേ, നീ എന്തുകൊണ്ട് ഓടിപ്പോയി എന്നൊരു വാക്ക് പിതാക്കന്മാർ എഴുതി വെച്ചിട്ടില്ല. അത്രയ്ക്ക് അഗാധമായിരുന്നു ജീവനെക്കുറിച്ചുള്ളവളുടെ പ്രതീക്ഷ. കാലം മാറി. ഇന്നത്തെ മറിയമാർ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും പ്രതീകങ്ങളായിട്ട് മാറി. പ്രൊഫസർ അയ്യപ്പ പണിക്കരുടെ ഞങ്ങൾ മറിയമാർ എന്നൊരു ആധുനിക കവിതയുണ്ട്. 2 ലൈൻ മാത്രം ഓർമ്മിപ്പിച്ച് നിർത്തുകയാണ്. ഞങ്ങൾ മറിയമാർ, പീഡാനുഭവത്തിൻ്റെ മനസാക്ഷിക്കുരുന്നുകൾ. മകനെ, സഹോദര, വാഴ്ത്തപ്പെട്ടവനെ, നിനക്കുയർപ്പെങ്കിലുമുണ്ടല്ലോ. ഞങ്ങൾക്കോ, ഞങ്ങൾ മറിയമാർ, ഉയർത്തെഴുന്നേൽക്കാനാവതില്ലാത്ത പീഡാനുഭവങ്ങൾ പെറുന്ന മറിയമാർ. ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാതെ പീഡാനുഭവങ്ങളെ പെറ്റുകൂട്ടുന്ന മറിയമാരായി മറിയമാർ തീർന്നു എന്ന് കവി. അല്ല, വേദപുസ്തകം അങ്ങനെ പറഞ്ഞു വെച്ചില്ല. അവളിലാണ് പ്രതീക്ഷ. മരിച്ചാൽ പോലും ജീവന്റെ പ്രതീക്ഷ അവളിലാണ്. ഒരു കവിയുടെ ഒരു ചിന്ത കൂടി വെച്ചിട്ട് പൊക്കൊള്ളാം. ചോരക്കുഞ്ഞിനെ കൊണ്ട് മണ്ണി കുഴിച്ചിട്ടു അമ്മ. മരിച്ചുപോയ തൻ്റെ കുഞ്ഞ് ചടിലക്കാട്ടിൽ ആ മൃതദേഹം, ആ ഇളമ്മേനെ മറവ് ചെയ്തിട്ട് അമ്മ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ കോരിച്ചൊരിയുന്ന മഴ. ഒരു കടത്തിണയിൽ അമ്മ കയറി നിന്നു. അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഒരു കുട തരുമോ, ഒരു കുട തരുമോ? എൻ്റെ കുഞ്ഞ് മണ്ണിനടിയിൽ നനയുകയാണ്. എൻ്റെ കുഞ്ഞിന് നനയാതിരിക്കാൻ ഒരു കുട തരുമോ? അവളിലാണ് പ്രതീക്ഷ. അവസാനത്തെ കരിന്തിരി കത്തി പുകയണയുമ്പോഴും അവളിങ്ങനെ പ്രതീക്ഷയോടെ നമുക്ക് മുന്നിൽ നിൽക്കാനുണ്ടെങ്കിൽ ഇനിയും മൺകൂമ്പാരങ്ങളുടെ മുകളിൽ പോലും കുഞ്ഞിന് മഴ നനയാതിരിക്കാൻ കുട ചൂടിക്കുന്ന മറിയമാർ പ്രതീക്ഷയോടെ ഉണ്ടാവണം. അത്തരമൊരു പ്രതീക്ഷയിലേക്ക് ജീവിതത്തെ എത്തിക്കണം. ഭൗതികമായിട്ടൊന്നും ഉണ്ടാവില്ല. ചില സമയത്തൊക്കെ കുയിലിൻ്റെ പാട്ടിനേക്കാൾ കൂമൻ്റെ കുറുകൽ നമുക്കൊരു സൗന്ദര്യമായിട്ട് തോന്നും. എല്ലാം ഭംഗിയാണെന്ന് വിചാരിക്കണ്ട. എല്ലാം ഭൗതികമായി മെച്ചപ്പെട്ടു എന്നും വിചാരമില്ല. എല്ലാം സ്വസ്ഥമാണെന്നും പറയുന്നില്ല. പക്ഷെ എല്ലാറ്റിലും അപ്പുറമായി അവൻ എന്തിയേ? എൻ്റെ കർത്താവിനെ ആരെടുത്തു കൊണ്ടുപോയി എന്ന് നെഞ്ചത്ത് കൈവച്ച് മക്കളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കുടുംബത്തിലൊന്ന് ചോദിച്ചോടങ്ങ്. നമ്മുടെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയെന്ന് സമാജത്തിനിരിക്കുമ്പോൾ കൈകൾ കോർത്ത് പിടിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്ക്. എൻ്റെ കർത്താവിനെ ആരോ എന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയല്ലോ എന്ന് ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ അടയ്ക്കപ്പെട്ട വാതിലിൽ ആരുമില്ലാത്ത ഇരുളിൽ വെച്ച് സ്വയമൊന്നു നോക്കിയിട്ട് വിളിച്ചു പറയാം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകൾ. അശ്രദ്ധ കൊണ്ട് പദഭ്രംശം നേരിട്ട യാത്രക്കാരാ, അശ്രദ്ധ കൊണ്ട് പദഭ്രംശം നേരിട്ട യാത്രക്കാരാ, നിന്റെ കാലിൽ വിശ്വാസത്തിൻ്റെ ഒരു നൂലിഴക്കെട്ട്. എല്ലാറ്റിനെയും അതിജീവിക്കാൻ നിനക്ക് പറ്റും.
നമുക്ക് പ്രാർത്ഥിക്കാം. ശമരിയ ഗ്രാമത്തിൽ സുഖാറിൻ്റെ കിണർക്കരയിൽ എൻ്റെ വിരസതകളകറ്റാൻ കാവൽ നിൽക്കുന്ന യേശു, എൻ്റെ യാത്രയുടെ വഴിയിറമ്പുകളിൽ നീ വന്നു നിൽക്കണേ. എൻ്റെ പഴയ കുടം, കെട്ടിക്കിടന്ന മലിനജലം കോരിയെടുത്ത എൻ്റെ പഴയ കുടം നിന്റെ പാദത്തിലൊന്ന് വെച്ചിട്ട് ജീവൻ്റെ ഉറവയെ ഉള്ളിലാവാകിച്ച് മറ്റൊരിടത്തേക്ക് നിന്നെക്കുറിച്ച് പറയാൻ, നിനക്ക് സാക്ഷ്യമായി മാറാൻ എൻ്റെ വഴിയിറമ്പുകളിൽ നീ വന്നു നിൽക്കണേ. നിന്റെ കബറിടത്തിൽ ഞാനുണ്ട്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഭയമേശാത്ത ജീവിതവുമായി, ജീവന്റെ തുടിപ്പുമായി, ജീവന്റെ പ്രത്യാശയുമായി നിന്റെ കബറിടത്തിൽ ഞാനുണ്ട്. നിന്നെ കാണാൻ പറ്റുന്നില്ല. നിന്നെ ആരോ എടുത്തുകൊണ്ടുപോയി. നിന്നെ ആരോ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കരച്ചിലിൻ്റെ കാരണം എൻ്റെ ഭൗതികമായ ഇല്ലായ്മകളൊന്നുമല്ല. നിന്നെ ആരോ എവിടെ നിന്നൊക്കെയോ എടുത്തുകൊണ്ടുപോയി. എന്നിൽ നിന്നും ആരൊക്കെയോ ചേർന്ന് നിന്നെ എടുത്തുകൊണ്ടുപോകുന്നു. നീ എവിടെയാണ്? നിന്നെ എവിടെയാണ് അപകരിച്ചവർ വെച്ചത്? ഞാൻ നിന്നെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. എനിക്ക് നിന്നെ വേണം. നിന്നെ എടുത്തുകൊണ്ടുപോയി ഇടത്തു നിന്ന് നിന്നെ കണ്ടെത്തി കൂടെ കൂട്ടാൻ, കൂടെ കൊണ്ടുപോവാൻ, നീ ഇല്ലാത്ത ഇടത്തേക്ക് നിന്നെ വഹിച്ചു കൊണ്ടുപോവാൻ ഒരു വെളിച്ചം തരണേ. വെളിച്ചം തരണേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഇവിടെ നിൽക്കാൻ അനുവാദം തന്ന ഫിലിപ്പ് തരകനച്ചൻ, മേരി മാത്യു ടീച്ചർ, സമാജത്തിൻ്റെ പ്രധാന പ്രവർത്തകർ, കേട്ട നിങ്ങൾ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ നിൽക്കാൻ അനുവദിച്ച ഇടവക മെത്രാപ്പൊലീത്ത എൻ്റെ തിരുമേനി സെവേറിയോസ് തിരുമേനി, കേട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പക്ഷേ ഇനി ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമല്ല, ചെറിയ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ പരിഹരിക്കാൻ കൂട്ടായി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം ശുഭകരമായി തീരും. എല്ലാം നന്നായി വരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കാണാനും പറയാനും കേൾക്കാനും പങ്കുവെക്കാനും ഒക്കെ കിട്ടിയ എല്ലാ നന്മയ്ക്കും ദൈവത്തിന് സ്തോത്രം.